എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. നന്നായിട്ടൊന്ന് വഴന്നു വന്നതിന് ശേഷം 2 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഒരുപാട് ഇട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതിയാകും. സവാള ഇവിടെ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഞാൻ ഇതുപോലുള്ള ഒരു ഫ്രൈ പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു ചെറിയ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴയ പാൻ അടിയിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ബാക്കി ഫുള്ളായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് സ്പ്രെഡ് ചെയ്ത് വേണം വെച്ച് കൊടുക്കാനായിട്ട്. മസാല ഫുള്ളായിട്ടും വെച്ച് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഞാൻ 2 മുട്ട ഒന്ന് പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ബാറ്റർ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് മുതൽ ഒരു 25 മിനിറ്റ് വരെ ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. ഇതുപോലെ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ മറുവശവും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം വേണം ഇത്